أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 22 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി 23-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു അല്ലാതെ മറ്റു ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പടച്ചവന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ പ്രപഞ്ചം, ഭൂമിയും ആകാശവും എല്ലാം ഫസാദിലാകുമായിരുന്നു. അഥവാ അവയുടെ നിയന്ത്രണത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ഭൂമിയിലും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലുമൊന്നും ആർക്കും ജീവിക്കാൻ കഴിയാത്ത ഫസാദിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. അതിനുശേഷമുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാനുള്ള. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. لا يسأل عما يفعل وهم يسألون. لا يسأل عما يفعل وهم يسألون. أم اتخذوا من دونه آلهة قل هاتوا برهانكم. 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 قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي. قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي. قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي. قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي. بل أكثرهم لا يعلمون الحق فهم معرضون. 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 അതിലുള്ളത് ലാ യുസ്അലു അമ്മാ യഫ്അൽ. അമ്മ എന്നുള്ളടത്ത് മണിച്ചിട്ടാണ് വന്നത്. ശരിക്ക് അൻ പ്ലസ് മ എന്നാണ് അന്മ, അമ്മ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു സാക്കിനായ നൂനുണ്ട്. ഈ അമ്മ എന്നതിൽ എന്തുണ്ട്? ഒരു സാക്കിനായ നൂനുണ്ട്. ഈ സാക്കിനായ നൂന് ശേഷം മീ വന്നാൽ ഇതിനെ എന്താക്കി എട്ടലാവ് ചെയ്ത് മറിച്ചിട്ട് വേണം അമ്മ. അതുകൊണ്ട് തന്നെ
അവിടെ മീമിന് എന്ത് ചെയ്യണം? മണിച്ചിട്ടാണ് വന്നത്. അമ്മ ശരിക്കും അൻമ എന്നാണ് ശരിക്കും അവിടെ. സാക്കിനായ നൂനുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ അൻമ എന്നല്ല, അമ്മ അവിടെ കുറച്ച് മീമിനെ മണിച്ചിട്ടാണ് വന്നിട്ട്. ولا يسأل عما يفعل وهم يسألون. വഹും എന്നുള്ള മീമ് സാക്കിനാണ്. അത് അവിടെ വെളിവാക്കിട്ട് തന്നെ ഉച്ചരിക്കണം. വഹൂന്ന് മണിക്കാൻ പാടില്ല. വഹും യുസ്അലൂൻ. അവിടെ യുസ്അലൂന്ന് നിർത്തിനോടത്ത് എന്ത് ചെയ്യാം? വഖഫിന്റെ നിയമങ്ങൾ പെട്ടതാണ് വഖഫ്. അതായത് വഖഫിന്റെ അവിടെ നമുക്ക് മദ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആരുതായിട്ട് നമുക്ക് കുറച്ച് നീട്ടിയിട്ട് എന്ത് ചെയ്യാം? 4 5 ഖദർ നീട്ടിയിട്ട് ഓതാം. അപ്പൊ നോക്കിക്കുക, അമ്മാ യസിഫൂൻ. അതുപോലെ തന്നെ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. കുറച്ച് നീട്ടിയിട്ട് എന്ത് ചെയ്യാം? അവിടെ നിർത്തുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ അമിത്തഖദൂ മിൻ ദൂനി. അമിത്തഖദൂ എന്ന് നീട്ടാൻ പാടില്ല. അവിടെ ആ അലിഫിന്റെ മുകളിൽ എന്തുണ്ടാവും? സുക്കൂൻ ഉണ്ടാവും. എന്നാൽ അലിഫ് ഉച്ചരിക്കാൻ പാടില്ല അവിടെ. അമിത്തഖദൂ എന്നുള്ള അത്രേ ഉള്ളൂ. അമിത്തഖദൂ. പിന്നെ ദൂനി അവിടെ നൂനെന്താണ്? ഇഖ്ഫാ ചെയ്യണം. കാര്യം ഇൽഹാർ ചെയ്യാൻ പാടില്ല. ദാൽ ഇൽഹാറിന്റെ അക്ഷരമല്ല. പിന്നെ ദൂനിഹി ആലിഹ. ദൂനിഹി കഴിഞ്ഞിട്ട് കുറച്ച് എന്ത് ചെയ്യാം? നീട്ട. ഹാന്റെ ശേഷം കുറച്ച് നീട്ടിയിട്ട് ആലിഹത. നിർത്തുകയാണെങ്കിൽ ദൂനിഹി ആലിഹ എന്നാണ് നിർത്തേണ്ടത്. താ മർബൂത്താണ് അവിടെ. താ മർബൂത്തൻ അവസാനിപ്പിക്കുമ്പോൾ ഹായിലാണ് ഉച്ചാരണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. തായ് 2 തരമുണ്ട്. അതങ്ങനെ മയക്ക് ചെയ്ത് ആരാണ് മയക്ക? തായ് 2 തരമുണ്ട്. തായ് ഇപ്പൊ ഖുർആൻ നിർത്തുമ്പോ 2 തരം തായ് നമുക്ക് കാണാം. ഈ തായ് പിന്നെ മബസൂത്ത താഴ് എന്ന് പറയും. താഴ് മബസൂത്ത എന്ന് പറയും. നിറ വിശാലമായി വലിയ അക്ഷരമുള്ള താ. ഇത് താഴ് മർബൂത്ത എന്ന് പറയും. താഴ് മബസൂത്താന്നും താഴ് മർബൂത്ത എന്ന് പറയും. ഇത് രണ്ടും ഖുർആൻ ഓതുമ്പോൾ നിർത്തുന്നതിൽ വ്യത്യാസമുണ്ട്. രണ്ടും താ തന്നെയാണ്. രണ്ടും താ ആണ്. ഇവിടെ നോക്കിക്കോ, ഈ ആയത്തിൽ എന്താ ഉള്ളത്? അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ. അവിടെ ഇത് താള് താ മർബൂത്ത. മർബൂത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇതിനെ കൂട്ടി ഇങ്ങോട്ട് കെട്ടിയതാണ്. റബത്താറ് എന്താണ്? കൂട്ടിക്കെട്ടിയെന്ന. അപ്പൊ ഈ താ മർബൂത്തയെ കെട്ടിയതാണ് എന്ത്? താ മർബൂത്ത എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ താവ് പിന്നെ മർബൂത്ത താഴെ താ ആണെങ്കിൽ അവിടെ നിർത്തുമ്പോ എന്ന് ഉച്ചാരണം പറഞ്ഞു. أفلا ينظرون إلى الإبل كيف خلقت. ഉണ്ടാവും. അവിടെ ഖുലിഖ എന്ന് പറയാൻ നിർത്താൻ പാടില്ല. അവിടെ താഴ് മബ്സൂത്ത താഴ് നിർത്തുമ്പോൾ എന്ന് ഉച്ചാരണം വരണം. മനസ്സിലല്ലേ? أفلا ينظرون إلى الإبل كيف خلقت. അതേ സമയത്ത് ഈ താ ഉച്ചാരണം താ അല്ല വരണ്ടേ, ഹ എന്നാണ് ഉച്ചാരണം വരണ്ടത്. നിർത്തുമ്പോൾ താ ഉച്ചരിക്കാൻ പാടില്ല. ഇപ്പോ ഹയ്യ അലസ്വലാഹ്. ചില അധിക മുഅദ്ദിനുകളും ഉച്ചരിക്കൽ എങ്ങനെയാണ്? ഹയ്യ അലസ്വലാത്ത്. തെറ്റാണ്. ഹയ്യ അലസ്വലാത്ത് എന്നല്ല. എന്താ ഉച്ചരിക്കണ്ടേ? ഹയ്യ അലസ്വലാഹ്. ഈ താ മർബൂത്തയാണെങ്കിൽ അത് വഖഫ് ചെയ്യുമ്പോൾ, വഖഫിലാട്ടെ, വഖഫ് ചെയ്യാറെന്താ? അവിടെ നിർത്തുക. നിർത്താതെ ഓടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിർത്താതെ വേണമെങ്കിൽ എന്തുവാ? താനാണ് ഉച്ചാരണമുണ്ട്. പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ താ മർബൂത്തിൽ ഉച്ചാരണം ഹാഇന്റെ ഉച്ചാരണമാണ് വേണ്ടത്. ഹാഇന്റെ, അതായത് ഈ ഇതിന് പുള്ളി ഒഴിവാക്കിയ ഉച്ചാരണമാണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. അത് ശ്രദ്ധിക്കുക. പല ആളുകൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കുമ്പോഴൊക്കെ തെറ്റിക്കലുണ്ട്. ഹയ്യാൽ സ്വലാത്ത്, ഹയ്യാൽ ഫലാഹ്, അതായത് ഹയ്യാൽ ഫലാഹ് ഒക്കെ ശരിയാണ്. പക്ഷെ
ചില ആൾക്കാർ ഹയ്യാല ഫലാത്ത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാം ചിലപ്പോൾ. ഹയ്യാല കാരണം സ്വലാത്ത് എന്നുള്ള താതാണ്, താ മർബൂത്താണ്. അവിടെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കാം, മനസ്സിലല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കോ, അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, നിർത്തുമ്പോ ആലിഹ എന്ന അർത്ഥമുണ്ട്. അവിടെ എന്ന് പറയാൻ പാടില്ല. കൂട്ടി ഓതാണെങ്കിൽ ആലിഹതൻ ഖുൽ, ആലിഹതൻ ഖുൽ എന്നാണ് ഉച്ചരിക്കട്ടെ. ഹാതു ബുർഹാനകും, ബുർഹാനകും ഹാദാ ദിക്റു മൻ മഅയ. അവിടെ ദിക്റു ഉണ്ട്, കാഫിന് സുക്കൂനാണ്. കാഫിന് സുക്കൂൻ വന്നാൽ എന്നാണ് ഉച്ചാരണം പറഞ്ഞത്. ദിക്റു മൻ മഅയ അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ദിക്റു മൻ മഅയ എന്നാണ്. മൻ മഅയ നൂന് സാക്കിനക്ക് ശേഷം മീം വന്ന അവിടെ അല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന, അതായത് മണിച്ചിട്ട് അവിടെ നൂനെ മീമിലേക്ക് അവിടെ ചേർക്കണം. അപ്പൊ അവിടെ നൂനിൽ ഉച്ചാരണം വരില്ല. ആ നൂന് സാക്കിന നൂനും കൂടി എന്താവും? മീമിന്റെ ഉച്ചാരണം. അത് ഹാദാ ദിക്റു മൻ മഅയ, മൻ മഅയ എന്നാണ്. മൻ മഅയ ഈ മീമ് കഴിഞ്ഞാൽ അടുത്ത മീമിക്ക് ഉച്ചാരണം. അവിടെ നൂനക്ക് എന്ത് ചെയ്യില്ല? ഉച്ചാരണം വരാൻ പാടില്ല. ദിക്റു മൻ മഅയ, മൻ മഅയ എന്നല്ല, ദിക്റു മൻ മഅയ വദിക്റു മൻ ഖബ്ലി. അവിടെ മൻ ഖബ്ലി, മൻ ഖബ്ലി, ഖബ്ലി ബഅസ് ഹുറൂഫുൽ ഖൽഖിൽ പെട്ടതാണ്. അവിടെ നിർത്തലാണ് ഏറ്റവും നല്ലത്. ദിക്റു മൻ ഖബ്ലി. പിന്നെ ബല്ലക്സറുഹും ലാ യഅലമൂനൽ ഹഖ്, അവിടെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഹഖ് ഹുറൂഫുൽ ഖൽഖിലൊക്കെ നിർത്തുമ്പോൾ സുക്കൂൻ എന്ത് ചെയ്യണം? വെളിവാക്കിയിട്ട് തന്നെ ഉച്ചരിക്കണം. ഹഖ് ഹുറൂഫുൽ ഖൽഖിലാണ്. ഹുറൂഫുൽ ഖൽഖിൽ എത്ര ഉണ്ട്? 5 ഏതൊക്കെയാണ്? പുത്തുപുജ്. ഇതൊക്കെ ഈ ഖുർആൻ ക്ലാസ് മുഴുവൻ കേട്ടിട്ടും നമ്മള് പിന്നെ ഇതൊന്നും മറക്കാൻ പാടില്ല കേട്ടോ. ഖ ത ബ ജീം ദാ, ഇതാണ് ഖുതുബുജ്ജദ് എന്ന് പറയുന്നത്. ഇതിന്റെ നിയമം എന്താ വെച്ചാൽ ഇതിന് സുക്കൂന് വന്നാൽ പ്രത്യേകിച്ച് നല്ലോണം കനപ്പിച്ച് ഉച്ചരിക്കണം. ഇതിൽ വഖഫ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ഇപ്പൊ നോക്കിക്കോ, ബല്ലക്സറുഹും ലാ യഅലമൂനൽ ഹഖ് എന്നല്ല അർത്ഥമുണ്ട്. യഅലമൂനൽ ഹഖ്, ഹഖ് എന്ന അർത്ഥമുണ്ട്. ഹഖ് എന്നല്ല അർത്ഥമുണ്ട്, മനസ്സിലല്ലേ? ബൽ യഅലമൂനൽ ലാ യഅലമൂനൽ ഹഖ്. ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഓതുമ്പോൾ കാണാം ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് പറയുന്ന പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനല്ല. പിന്നെന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ദാലെന്ന് ഉച്ചാരണം അവിടെ വരണം. ഫഹും മുഅരിദൂൻ, അവിടെ 2 മീം ഒരുമിച്ച് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂനാണ്. അപ്പോൾ അതിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഫഹും മുഅരിദൂൻ, മുഅരിദൂൻ. ഇതാണ് നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വെച്ചാൽ ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു അല്ലാതെ മറ്റ് ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫസാദായി പോകുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കറിയാം മനുഷ്യന്മാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ഈ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബൂൻ. മനസ്സിലായിട്ടുണ്ടാവും. സൂറത്ത് റഹ്മാനാണ്. എന്താ ആയത്തിന്റെ അർത്ഥം? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. കുല്ല യൗം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും. ഹുവ എന്ന് പറഞ്ഞാൽ അല്ലാഹു. ഫീ ശഅൻ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ കാര്യത്തിലാണ്. ആരുടെ കാര്യത്തിൽ? കൊടുക്കട്ടെ, കാര്യത്തെക്കുറിച്ച്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹ് എന്ത് ചെയ്യൂല? ചോദ്യം ചെയ്യപ്പെടുമോ? അള്ളാഹുവിനെ ആരെങ്കിലും ചോദ്യം ചെയ്യാണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്ത് അതാണ് യഫ്അലു മാ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുന്നു? അവൻ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പറയണം പിന്നെ അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർ ചിന്തിക്കും ഇന്നെന്താ ഇപ്പൊ ഇങ്ങനെ പഠിച്ച്, മൂപ്പര് അങ്ങനെ പഠിച്ച്,
മറ്റാളെ മുസ്ലിമാക്കി അല്ലെങ്കിൽ ഇന്നാളെ ഗാഫറത്ത് പിന്നെ മുസ്ലിമാക്കി ഇന്നാക്കി ഹിദായത്ത് കൊടുത്ത് ഇന്നാത്തി ഹിദായത്തില്ല, അല്ലെങ്കിൽ നമസ്കാരത്തറാക്കി, എങ്കിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു സൃഷ്ടിയും അള്ളാഹുവിനോട് ചോദിക്കുകയില്ല, എന്താ പടച്ചോനെ അങ്ങനെ, എന്താ പടച്ചോനെ അങ്ങനെ ചോദിക്കാൻ അവർക്ക് കഴിയില്ല. അതേ സമയത്ത് വഹും യുസ്അലൂൻ, അള്ളാഹുവിൻ്റെ എല്ലാ പടപ്പുകളും ചോദ്യം ചെയ്യപ്പെടുന്നവരും ആണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ പ്രവർത്തനവും ഒരുപോലെയല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിൻ്റെ പ്രവർത്തനവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ പ്രവർത്തനവും ഒരുപോലെയല്ല. അള്ളാഹുവിൻ്റെ പ്രവർത്തനം എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഒന്നും ഒരുപോലെയല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യരായി ആരുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അള്ളാഹ് കേൾക്കുന്ന എല്ലാ മൗലിയാക്കന്മാർ കേൾക്കുന്നതാണ് ഒരു വലിയ മുസ്ലിം പ്രത്യേകിച്ച്. ഇത് അള്ളാഹ് കേൾക്കുന്നതല്ല, അള്ളാഹ് അറിയുന്നതെല്ലാം ഔലിയാക്കന്മാർ അറിയടോ. അങ്ങനെ അറിയും. അള്ളാഹ് അറിയണതൊക്കെ ഔലിയാക്കന്മാരറിയും. പിന്നെ ഔലിയാക്കന്മാർ തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ അള്ളാഹു സ്വയം അറിയും, ഔലിയാക്കന്മാർ അള്ളാഹ് അറിയിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹിന്റെ എല്ലാ അറിവും ഔലിയാക്കന്മാർക്ക് അറിയിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹ് പിന്നെ ഔലിയാക്കന്മാർ തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊക്കെയാണ് നമ്മൾ ആളുകൾ വിശ്വസിക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനം അറിയാത്തതിന്റെ കുഴപ്പമാണ്. അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനം അള്ളാഹിന്റെ സൃഷ്ടികളെ പോലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, അതാർക്കും അള്ളാഹുവിനെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിനോട് കൽപ്പിക്കാനോ കഴിയില്ല. മനസ്സിലായില്ലേ? അതേ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. അതാര് പറഞ്ഞിട്ടാണ്? അള്ളാഹ് പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എവിടെ വെച്ചാൽ, ഇപ്പൊ നമ്മൾ സാധാരണ പിന്നെ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ അല്ലെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ശക്തിയില്ലായ്മ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പലപ്പോഴും പറയും. ഇപ്പൊ നമ്മൾ ഈ ജാറത്തുങ്ങളൊക്കെ ഉള്ള പൈസ കുറ്റി ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? കട്ടുണ്ടോ പൈസ കടന്മാര്. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങളെ ശേഖന് കഴിവുണ്ടെങ്കിൽ അത് തടുക്കണ്ടേ? അപ്പോലേക്ക് എന്താ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് പൈസ കളവുകയാണില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് ചരിത്രത്തിണ്ടെങ്കിൽ അള്ള എടുക്കണ്ടേ? യഥാർത്ഥത്തിൽ ഈ വാക്ക് കുഫറാണ്. ഇവരാണ് ഈ ആയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരാള് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ നിൽക്കുകയാണ്. നമുക്ക് നീന്തൽ അറിയാം, നമുക്ക് എന്ത് ചെയ്യാം? നീന്തൽ അറിയാം. പക്ഷെ അയാളെ രക്ഷിക്കണില്ല. എന്താണ് രക്ഷിക്കാത്തത്? അള്ളാഹുവിനെ രക്ഷിക്കാൻ കഴിയൂലേ? അള്ളാഹുവിനെ രക്ഷിക്കാൻ കഴിയൂല, പിന്നെ ഞാൻ എന്ത് രക്ഷിക്കണം? അതെല്ലാത്തിനും കഴിവുള്ളതാണല്ലോ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാണോ അത് മഅദൂറാണോ? ഉദറുള്ള ആളാണോ? കുറ്റക്കാരന്. കാരണം എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ചൊരു പ്രവർത്തനം ചെയ്യാം ചെയ്യാതിരിക്കാം ആരും അള്ളാഹിനോട് ചോദിക്കാറില്ല. അള്ളാഹ്ക്കൊരു കാര്യം നിർബന്ധമല്ല. പക്ഷെ ആൾക്കാർ ചോദിച്ച് പിന്നെ നിങ്ങളെ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ അള്ളാഹ് തടുത്തു. അള്ളാഹിനെ സംബന്ധിച്ച് തടുക്കാനും കഴിയും. ആ കാർ പൊളിക്കാൻ വന്നപ്പോ തടുത്തില്ലേ? അള്ളാഹിനെ സംബന്ധിച്ചോ തടുക്കാനും കഴിയും, പിന്നെ തടുക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചിലപ്പോ തടുക്കും, ചിലപ്പോ തടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ആ കാവ് പൊളിച്ചപ്പോ തടുക്കാൻ വന്ന ആൾക്കാരെ ആ പടച്ചവനെ ഇവിടെ തടുക്കാൻ നമുക്ക് ചോദിക്കാനില്ല. പക്ഷേ മനുഷ്യന്മാരെ സംബന്ധിച്ച്, സൃഷ്ടികളെ സംബന്ധിച്ച് അവർക്കൊരു കാര്യം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ചെയ്യാതിരുന്നാൽ വഹും യുസ്അലൂൻ. അപ്പൊ ഇവിടുത്തെ ജാറ കമ്മിറ്റിയിലെ ഈ ഔലിയാക്കന്മാർക്ക് ഈ ഷർറ് തടുക്കാൻ കഴിയുമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? തടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? കുറ്റക്കാരനാണ്. അതേ സമയത്ത് അള്ളാഹിനെ സംബന്ധിച്ച് എന്തില്ല? കുറ്റല്ല. മനസ്സിലായത്? അതല്ല യുസ്അലു അമ്മാ യഫ്അൽ. അവൻ ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്തില്ല? അവൻ ചോദ്യം ചെയ്യപ്പെടുക. എന്നാൽ അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? പക്ഷെ നമ്മുടെ മാലിയിലൊക്കെ ഉണ്ട് കേട്ടോ. മാലിയിലൊക്കെ അള്ളാഹ്
പിന്നെ ചില ആളുകൾക്ക് കുട്ടികളെ കൊടുക്കണില്ല എന്നറിയപ്പോൾ മുതീശ്വരന്ന പഠിച്ച 2 കൊടുക്കാറ്, പറ്റില്ലപ്പോൾ 3 കൊടുക്കാറുണ്ട്. അങ്ങനെ അവസാനം 8 വരെ ആയിരുന്നു. അപ്പോൾ പഠിച്ചം പറഞ്ഞ് ഞാൻ കൊടുത്തോളാറുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ ആളുകൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മനസ്സിലായി? ഇതൊക്കെയാണ് ആലോചിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹിനോട് ചോദ്യം ചെയ്യണ പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഖിയാമത്തിനുള്ള അവസ്ഥ. വലാത്തസ്മില്ല ഹംസ എന്ന് പറഞ്ഞില്ലേ, ശ്വാസം വിടുന്ന പിന്നെ സൂറത്ത് താഹന്റെ അവസാന ഭാഗത്ത് വന്നിരുന്നല്ലോ. അതായത് ഒരു പരലോകത്തെ സംബന്ധിച്ചിടത്തോളം വലാത്തസ്മ ഇല്ല ഹംസ, ഒരു ശ്വാസം വിടുന്ന ശബ്ദമില്ലാതെ അവിടെ എന്ത് ചെയ്യൂല, കേൾക്കാൻ കഴിയില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ അള്ളാഹിന്റെ അനുവാദം ഇല്ലാതെ ഒരു മനുഷ്യനോട് മിണ്ടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. പിന്നല്ല അള്ളാഹിനെ ചോദ്യം ചെയ്യണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാരെയും ചോദ്യം ചെയ്യും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവർത്തനം മറ്റുള്ളവരുടെ പ്രവർത്തനം പോലെയല്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യന്മാരെയും എന്ത് ചെയ്യും? ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലനസ്അലന്നഹും അജ്മഈൻ, നിങ്ങളെല്ലാവരെയും ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ലനസ്അലന്നഹും അജ്മഈൻ, നിങ്ങളെല്ലാവരും ഞാൻ ചോദ്യം ചെയ്യും. അപ്പം ആരും ഒഴിവല്ല. അമ്പിയാക്കന്മാർക്കടക്കം എന്തുണ്ട്? ചോദ്യമുണ്ട്. അമ്പിയാക്കന്മാർക്കടക്കം ചോദ്യമുണ്ട്. എല്ലാ നബിമാരോടും ചോദ്യമുണ്ട്, പ്രവാചകന്മാരോടും ചോദ്യമുണ്ട്. പക്ഷെ ആ നബിമാരെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഉമ്മത്തിന് കൂടി എന്ത് ചെയ്യും? മുമ്പ് നിർത്തും. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്ന് കൊണ്ടുവരും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കും, നൂഹെ, ഇവരെ ശിക്ഷിക്കാൻ പോവാണ്, ഇവരൊക്കെ കാഫിറുകളാണ്, നീ ഇവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ദഅവത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ എന്താ നൂഹ് നബിന്റെ കൗമ അറിയാറിയോ? എത്തിച്ചു തന്നിട്ടില്ല. നൂഹ് നബി എന്ത് ചെയ്തിട്ടില്ല? ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല. അപ്പൊ നൂഹനി എത്തിച്ചു കൊടുത്തിട്ടില്ലേ? നൂഹ് നബി അറിയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർ എത്തിച്ചു കൊടുക്കില്ല അറിയും. അപ്പൊ ആരാണ് നിനക്കതിന് സാക്ഷി? അവ പറയും, ഇതാ മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് ഇതിന് സാക്ഷി. മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് അതിന് സാക്ഷി. അങ്ങനെ നമ്മുടെ ഉമ്മത്ത്, നമ്മുടെ പ്രവാചകനും നമ്മുടെ ഈ ഉമ്മത്തുമാണ് ആർക്ക് സാക്ഷിക്കുക? നൂഹ് നബിക്ക്. എല്ലാ അമ്പിയാക്കന്മാരും ഇതേ അവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ കാണാം. പിന്നെ ആയത്തേതാണ്? കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന الرسول عليكم شهيدا. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. മുഴുവൻ ജനങ്ങൾക്കുമുള്ള സാക്ഷി ആരാണ്? നിങ്ങളാണ്. വയകൂന الرسول عليكم شهيدا. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനോട് ചോദിക്കും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റിസാലത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ ഉമ്മത്ത് പറയും, അതെ, എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഉമ്മത്തിനെ കണ്ടിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹം എത്തിച്ചു കൊടുത്തു, നിങ്ങൾക്ക് എങ്ങനെ സാക്ഷി പറയാൻ കഴിയുക? അവർ പറയും, ഈ പ്രവാചകൻ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതാണ് വയകൂന റസൂൽ അലൈക്കും ഷഹീദ. നിങ്ങൾ പറഞ്ഞ സാക്ഷ്യത്തിന് ആരാ സാക്ഷി? റസൂല. ഈ റസൂലാണ് എല്ലാ അമ്പിയാക്കന്മാർക്കും, ഈ ഉമ്മത്താണ് എല്ലാ അമ്പിയാക്കന്മാർക്കും സാക്ഷി. അവിടെ പറഞ്ഞതിന് ചുരുക്കത്തിലുള്ളൂ, എല്ലാ അമ്പിയാക്കന്മാർക്കും എന്തുണ്ട്? ചോദ്യമുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തില്ല? ചോദ്യമില്ല. അവിടെ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനൊരു കാര്യം നിർബന്ധമില്ല. അള്ളാഹുവിനൊരു കാര്യം നിർബന്ധം. അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യാതിരിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. ചില ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും, ചില ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള അവസരം കൊടുക്കും, ചില ആൾക്ക് അവസരം കൊടുക്കൂല. ചില ആൾക്ക് കുറെ ആയുസ് നീട്ടി കൊടുക്കും, ചില ആൾക്ക് നീട്ടി കൊടുക്കൂല. മൂപ്പരൊക്കെ 60ാമത്തെ വയസ്സിൽ മരിച്ച്, പിന്നെ അല്ലെങ്കിൽ 60ാമത്തെ വയസ്സ് വരെ മൂപ്പർക്ക് അള്ളാഹ് ആയുസ് കൊടുത്ത്, പിന്നെ ഇയാൾക്കാണെങ്കിൽ 30ാമത്തെ വയസ്സിൽ മരിച്ച്. എന്താ? അള്ളാഹാണ് തീരുമാനിക്കണത്. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ എന്തില്ല ചോദ്യം ചെയ്യാൻ അധികാരം. ഏത് പ്രവർത്തനം നോക്കുകയാണ്, അത് ഇനിയിപ്പോ റിസ്കിന്റെ വിഷയമാണെങ്കിൽ മൂപ്പർക്ക് അള്ളാഹ് നല്ലൊരു റിസ്ക് കൊടുത്ത്, ഒരാൾക്ക് റിസ്ക് കൊടുത്തില്ല,
എന്താ പഠിച്ചവന് ഓന് കൊടുത്ത് നിനക്ക് എന്താ തരാന്ന് വെച്ചാൽ അങ്ങനെയാണ്. അത് അള്ളാഹ് തന്നത് അള്ളാന്റെ ഫضലാണ്. അതിനെ ചോദിച്ച് ചെയ്യാൻ അധികാരമില്ല. പക്ഷെ അവന് കൊടുത്ത റിസ്ക് ആണെങ്കിലും ഇവന് കൊടുത്ത റിസ്ക് ആണ്, രണ്ടാൾക്കും അള്ളാഹിന്റെ അടുക്കൽ എന്തുണ്ട്? ചോദ്യമുണ്ട്. അവന് കൊടുത്ത റിസ്കിനനുസരിച്ച് അവന്റെ ചോദ്യം ഉണ്ടാവും, അനക്കിട്ട റിസ്കിനനുസരിച്ച് എനിക്ക് ചോദ്യം ഉണ്ടാവും. അത്രയുള്ളൂ. അതാണ് ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ്. അത് നമ്മൾ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്ട് അള്ളാഹുവിന് പിന്നെ പണ്ട് ഈ കൊട്ടപ്പുറം സംവാദം നടക്കുമ്പോൾ പിന്നെ മുജാഹിദ് രണ്ടു കൂട്ടരും ഒരു വേദിയിലാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഔലിയാക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിഞ്ഞടച്ചായിരുന്നു. അപ്പുറത്ത് നിങ്ങൾ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിഞ്ഞടച്ചായിരുന്നു. ആലോചിച്ച് നോക്കണം. അതാണ് ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അങ്ങനെ കഴിവുണ്ടെങ്കിൽ അവർക്ക് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചോ ഒരു നിർബന്ധമില്ല. അവന് കഴിവുണ്ട്, എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവൻ ചെയ്യും. ഈ ഫാനോടോ ഇത് കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും അവനെന്തില്ല, നിർബന്ധമില്ല. ഇനി അള്ളാഹ് പറയണം അമിത്തഖദു മിൻ ദൂനിഹി ആലിഹ. അമിത്തഖദു, ഇനി അവർ സ്വീകരിച്ചിരിക്കുകയാണോ, മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ. ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ അള്ളാഹ് പറഞ്ഞതിന് ശേഷം പറയണം അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല. ഇനി ഏത് ഇലാഹായിട്ട് നിങ്ങൾ സ്വീകരിച്ചവർ ഓർക്കൊക്കെ വിചാരണ ഉണ്ട്. ആ വിചാരണന്റെ കാര്യത്തിൽ അവരൊക്കെ ബേജാറിലാണ് എന്നല്ല പറയും. ഈ അള്ളാഹുവിന് പുറമെ വേറെയും ഇലാഹുകളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ? ഇലാഹുകളെ നിങ്ങൾ സ്വീകരിച്ചു. ഇലാഹിന്റെ ജന്മാണെന്ത്? ആലിഹത്ത്. അപ്പോൾ നബിയെ നിങ്ങൾ പറയുന്നു ഹാത്തു ബുർഹാനക്കും. ഹാത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരും. ബുർഹാനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരും. ഇപ്പൊ ലോകത്ത് അള്ളാഹ് പറയാണ് അള്ളാഹു അല്ലാതെ വേറെ ഇലാഹിനെ സ്വീകരിക്കാൻ എന്തില്ല, ഒരു തെളിവില്ല. സൂറത്തുൽ മുഅ്മിനൂൻ അത് പറഞ്ഞു ലാ ബുർഹാന ലഹു ബീന. ഒരു തെളിവിന്റെ കഷ്ടം പോലും അള്ളാഹ് അവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. ഇത് അള്ളാഹ് പറഞ്ഞ കേട്ടോ. എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആനിന് തെളിവില്ല, അള്ളാഹിന്റെ ദീനിൽ എന്തില്ല തെളിവില്ല. പക്ഷെ ഇന്നിപ്പോ നമ്മളെ കൗമ് എന്ത് ചെയ്യുന്നുണ്ട്, തെളിവ് പറയുന്നുണ്ട്. അള്ളാഹ് പറയണെന്ത്, ഒരു തെളിവില്ല. ഉണ്ടെങ്കിൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ എന്ത് ചെയ്തോളി, കൊണ്ടുവന്നോളി. അപ്പൊ ഈ വെല്ലുവിളി ആരോടുള്ളതാണ്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ തെളിവുകൾ കൊടുക്കണം. എന്താ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോന്നോ ചോദിക്കണ്. തെളിവുണ്ട്, മൂലകയുണ്ട്. അപ്പൊ ആർക്കാ മറുപടി? അള്ളാഹ്ക്ക് മറുപടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹ് പറയാണ് ഖുൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തെളിവും ഒരാൾക്ക് ഹാജരാക്കാൻ കഴിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ശിർക്കിന്റെ അത്ര പൊട്ടത്തരം ലോകത്ത് വേറെ ഒരു തിന്മില്ല, വേറെ ഒരു തിന്മില്ല. ഇപ്പൊ ഒരാൾ 100 റുപ്യയുടെ പിന്നെ കണ്ട്, അപ്പൊ അയാളിങ്ങനെ ആരും കാണില്ല, അയാളെടുത്ത് അയാൾക്ക് ഒരു കാരണം ഉണ്ടാവും. എന്നാൽ ഒന്നുകിൽ ചിലപ്പോൾ അതിന് ആവശ്യം ഉണ്ടാവും, അയാളുടെ വെറുതെ എടുക്കും. അപ്പൊ ഈ ലോകത്ത് ഏത് തിന്മ ചെയ്യുകയാണെങ്കിൽ സാഹചര്യങ്ങളും കാര്യങ്ങളുണ്ടാവും. പക്ഷെ ശിർക്കിന് അങ്ങനത്തെ ഒരു ന്യായമില്ല, ഒരു ന്യായമില്ല. എന്താ ന്യായമുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുണ്ടായിരിക്കെ എന്ത് ന്യായമാണ് ശിർക്കിനുള്ളത്? അതൊരു ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുൽമാണ്, ഏറ്റവും വലിയ പൊട്ടത്തരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് യാതൊരു തെളിവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടില്ല. ഇപ്പം നമ്മളെ കൗമിൽ ഒരുപാട് തെളിവുകൾ ഇങ്ങനെ ദിനേന എന്നോണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നത് വെച്ചാൽ പിന്നെ ഖുർആൻ ചില ആളുകൾ ഓരോന്നും ആയത്തല്ലേ, നിങ്ങളൊന്നും ആയത്തല്ലേ. ഇപ്പൊ നമ്മൾ സാധാരണക്കാരെന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല. ഈ ആയത്തിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തനുസരിച്ച് പ്രവർത്തിച്ചെന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ വരാൻ പോകട്ടെ. റബീഉൽ അവ്വൽ ഒന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വബിദാലിക ഫല്യഫ്റഹൂ എന്ന് പറയും. സൂറത്ത് യൂനുസിൽ ആയത്തോടും അല്ല, നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഈ ഫബിദാലിക ഫല്യഫ്റഹൂ എന്നൊരു ആയത്തിറങ്ങിയതായിരിക്കാം റസൂലല്ലേ. ഫല്യഫ്റഹൂ എന്ന് പറഞ്ഞ കൽപ്പനയാണ്, അംബ്രാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്തോഷിക്കാൻ പറഞ്ഞപ്പോൾ നബി സന്തോഷിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും സന്തോഷിച്ചിട്ടുണ്ടാവുമല്ലോ. അതെവിടെ? അപ്പൊ അങ്ങനെ നബിദിനം കഴിച്ചിട്ടുള്ള സന്തോഷമില്ല.
അവിടെ ഫബിദാലിക ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് സന്തോഷിക്കണം എന്ന ഉദ്ദേശം. ആ ഖുർആൻ കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. എപ്പോ റമദാനിൽ. ആ സന്തോഷമാണ് എന്ത്? നോമ്പ്. അങ്ങനെ നബി സന്തോഷിച്ച്. അതുകൊണ്ട് റമദാൻ വരുമ്പോൾ റസൂലുള്ളാഹി സന്തോഷിക്കും. സഹാബത്തിനോട് പിന്നെ ഷഹ്റു മുബാറക്ക് വന്നു എന്ന് പറയും. അതിനെ സ്വീകരിക്കാൻ വേണ്ടി സഹാബത്ത് ഒരുങ്ങി നിൽക്കും. നമ്മളൊക്കെ ചെയ്യണില്ലേ? എന്താണെന്ന് വെച്ചാൽ ആയത്തല്ലേ എന്ന് പറഞ്ഞ ആയത്താണ് ലോകത്ത് എല്ലാ ഭക്ഷ്യകക്ഷികളും മോദിയതും തന്നെയാണ് ആയത്ത്. ആയത്തോ അതാണെന്ന് ഒരു ഭക്ഷ്യകക്ഷികളും ഒന്നുമില്ല. ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ ഉടലെടുത്തിട്ടുള്ള എത്ര ബിദ്അത്തിന്റെ കക്ഷികളുണ്ടോ അവരൊക്കെ ഖുർആനും സുന്നത്തോടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, തെരുവ് ധരിച്ചിട്ടു. മനസ്സിലായത്? എല്ലാ കക്ഷികളും. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പിന്നെ കള്ളുടിക്കാനും ആയത്തോതിയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഖദറിയത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും കണക്കാക്കിയിട്ടില്ല, ഒക്കെ ഇപ്പം ഉണ്ടാകുകയാണ്. അതിനും ആയത്തോതിയ ആൾക്കാരുണ്ട്. സഹാബത്തിനെ കാഫിറാക്കാൻ വേണ്ടി പറഞ്ഞ അതിനും ആയത്തോതിയ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ചേകനൂർ മൗലവി നിസ്കാരം 3 നേരമുള്ളതെന്ന് പറയാനും അവർ ആയത്തോതിക്കണ്, 1 നേരമുള്ളതെന്ന് പറയാനും ആയത്തോതിക്കണ്, ഈ തീരെ ഇല്ല എന്ന് പറയാനും ആയത്തോതിക്കും. എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറയാനും മുമ്പ് ആയത്തുണ്ട്. ഇങ്ങനെ ആയത്തോക്കിയാലേ യഥാർത്ഥത്തിൽ ഈ ആയത്തൊക്കെ ഖുർആനിലുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? എന്താണ്? ആയത്തിന്റെ അർത്ഥമല്ല, ആയത്തിന്റെ ഉദ്ദേശമല്ല. ഇത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അള്ളാഹ് പറയാണ് ഒരു ബുർഹാൻ നിങ്ങളുടെ കയ്യിലില്ല, കുൽ ഹാത്തു ബുർഹാൻ, ഉണ്ടെങ്കിൽ എന്ത് തോളി കൊണ്ടെന്നോളി. അപ്പൊ എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഉള്ള സാധനം എന്ത് ചെയ്യുന്നത്? അള്ളാഹ് വെല്ലുവിളിക്കോ? ഇത് വെല്ലുവിളിയാണല്ലോ. വെല്ലുവിണ്ടെങ്കിൽ എന്ത് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഉള്ള സാധനത്തെ വെല്ലുവിളിക്കാൻ പറ്റും. ഇല്ല എന്ന് ഉറപ്പുള്ള സാധനത്തിന് എന്ത് ചെയ്യുക? വെല്ലുവിളിക്കാം. ഇതിനുള്ള പറഞ്ഞ ഹാദാ ദിക്റു മൻ മഅയ വ ദിക്റു മൻ ഖബലി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആദർശം അല്ലെങ്കിൽ എൻ്റെ ഈ ഞാൻ കൊണ്ടുവന്ന കാര്യം ഹാദ, ഇത് ദിക്റു മൻ മഅയ, എൻ്റെ കൂടെ ഉള്ളവരുടെ ദിക്ർ ഉത്ബോധനമാണ്. വ ദിക്റു മൻ ഖബലി, എനിക്ക് മുമ്പുള്ളവരുടെയും ഉത്ബോധനമാണ്. എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഞാൻ പറയുന്ന ആദർശം മാത്രമല്ല, എൻ്റെ മുമ്പുള്ളവരും പറഞ്ഞ ആദർശം. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു പടപ്പിനെയും ആരാധിക്കാനും ഇലാഹാക്കാനും ഇപ്പോഴും തെളിവില്ല, അന്നും തെളിവില്ല. ഇപ്പോഴും. അതുകൊണ്ടാണ് പിന്നെ ഇസ്രായിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടിക്കൊടുത്തല്ലോ. എവിടെ? ബൈത്തുൽ മഖ്ദിസിൽ ഒരു മുഅ്ജിസത്തിലൊക്കെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമായിക്കൊണ്ട് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ. നബി ഇപ്പൊ ചോദിച്ചോളി, എന്താ ചോദിക്കണ്ടേ? എനിക്ക് പുറമെ വല്ല ഇലാഹുകളെയും ഈ പറയപ്പെട്ട അമ്പിയാക്കന്മാർക്ക് ആർക്കെങ്കിലും ഞാൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്തോളി ചോദിച്ചു നോക്കിക്കോളി. നബി ചോദിച്ചോ? നബി ചോദിച്ചില്ല. നബിക്ക് ചോദിക്കേണ്ട ആവശ്യം നബിക്കറിയാം. ആ എല്ലാ നബിമാരുടെയും ഇലാഹാരനാണ് അള്ളാഹ്. അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹ നബി ഒരു പ്രവാചകൻ എന്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്രയും വ്യക്തമായ തെളിവ് അള്ളാഹുടെ ഖുർആനിൽ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ബൽ അക്സറുഹും, പക്ഷേ മനുഷ്യന്മാരിൽ അധിക ആളുകൾ, മഹാഭൂരിപക്ഷം. എപ്പോഴും ഖുർആനിൽ ഭൂരിപക്ഷത്തെ മോശാക്കിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഭൂരിപക്ഷം എപ്പോഴും മോശമായിരിക്കും. അക്സറുഹും ലാ യഅലമൂൻ, അക്സറുഹും ലാ യഅഖിലൂൻ, അക്സറുഹും ലാ യതഫക്കറൂൻ എന്നൊക്കെ അധിക ആളുകൾ ചിന്തിക്കുന്നില്ല, അധിക ആളുകൾ ബുദ്ധി കൊടുക്കുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞത്? അധിക ആൾക്കാരും എപ്പോഴും സത്യത്തിന്റെ കൂടെ എന്താ ഉണ്ടാകുക? ന്യൂനപക്ഷം ഉണ്ടാകും. മനസ്സിലായി? ന്യൂനപക്ഷമായി. അതുകൊണ്ടാണ് വഖലീലും മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നിന്ന് കുറച്ച് ആളുകൾ, ന്യൂനപക്ഷം മാത്രം എന്തുണ്ടാവുള്ളൂ? നന്ദിയുള്ള ആൾക്കാരുണ്ടാവും. ഇവിടെ വന്ന പറയും ഈ തൗഹീദിന്റെ എത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ബൽ അക്സർ, പക്ഷേ അക്സറുഹും അവർ അധിക ആളുകളും എന്ന് പറഞ്ഞ മഹാഭൂരിപക്ഷവും ലാ യഅലമൂനൽ ഹഖ, ഹഖ് അറിയാത്തവരാണ്. ഏതാ ഹഖ്? ഫമാദാ ബഅദൽ ഹഖ് ഇല്ലല്ലാഹ് എന്നാ ചോദിച്ചില്ലേ? അള്ളാഹുവിന്റെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതന്നെയാണ് ഏറ്റവും വലിയ ഹഖ്. അതിനൊക്കെ വലിയ ഹക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹേക്കാൾ വലിയ ഹക്ക് വേറുണ്ടോ? ഇല്ലല്ലോ. ആ ഹക്ക് ലാ യഅലമൂനൽ ഹഖ് അവർ ഒരിക്കലും മനസ്സിലാക്കും. ഖുർആൻ സത്യമാണ്, റസൂലുള്ളാഹി സത്യമാണ്, അമ്പിയാക്കന്മാർ സത്യമാണ്, അള്ളാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണ് എന്ന് അധിക ആളുകൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അറിയാത്ത എന്തുകൊണ്ടാ വെച്ചാൽ അതിന് കാരണം എന്താ? ഫഹും മുഅ്രിദൂൻ,
എന്തുകൊണ്ട് അറിയാത്ത? അവർ പിന്തിരിഞ്ഞു കളയാണ്. അറിയാം, അവർക്ക് താല്പര്യം തന്നെ ഇല്ല. ആറെന്ന് പറഞ്ഞെന്താ? പിന്തിരിച്ച് മാറുന്ന ഒരു ഭാഗത്തേക്ക് അതായത് പോവാ എന്ന് പറഞ്ഞാൽ ഹക്ക് മനസ്സിലാക്കാൻ താല്പര്യമോ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു മനസ്സോ അവർക്കില്ലാതെ പിന്തിരിഞ്ഞ് കളയുന്നവരാണ് മഹാഭൂരിപക്ഷം ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യില്ല, ഹക്ക് അറിയില്ല. ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കണ്ടേ? അതിപ്പോ നമ്മളാണെങ്കിൽ പറഞ്ഞത് ചായ കേൾക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ഹക്കിന്റെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവര് ശ്രദ്ധിക്കുക. അതുപോലെയാണ് ഖുർആൻ പഠിക്കണമെങ്കിൽ പഠിക്കാൻ പാടില്ല, പിന്നെ എന്താ പറയാ, അങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല, മറ്റേ പരിഭാഷ എഴുതാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ ഖുർആൻ പരിഭാഷ മായിൻകുട്ടി ഇളയ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരാൾ ഖുർആൻ പരിഭാഷ എഴുതിയിട്ട് അത് കെട്ടി ചളിയിലേക്കും കടലിലേക്കും വലിച്ചെറിഞ്ഞ ചരിത്രമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്. ആലോചിക്കും, അള്ളാന്റെ ഖുർആന് പരിഭാഷ എഴുതിയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ പരിഭാഷയെ കടലിലേക്കും ചെളിയിലേക്കും ഒക്കെ ചവിട്ടി താത്തി വലിച്ചെറിഞ്ഞ ആൾക്കാരാണ്. തുക്കിലും തണ്ട മാലുണ്ടാവും. പണ്ടൊക്കെ കാരണന്മാർ പറഞ്ഞേക്ക പെണ്ണ് കാണാൻ പോകുമ്പോൾ മൊയ്തിമാരെത്ര അറിയാന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഒക്കെ മാറിട്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഖുർആൻ ഹിഫ്ദുണ്ടോന്നാ ചോദിക്കണം. അൽഹംദുലില്ലാ, കാലം മാറി. മനസ്സിലായേ? പണ്ട് മൊയ്തിമാലറിയോ? ഇപ്പൊ കാരണം അതാണ് ഓരോ ദീന്. മരിച്ചെടുത്ത് മാത്രം തുറക്കുള്ളൂ, ഖുർആൻ തുറക്കും. അതന്നെ യാസീനെ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചോക്കണം. അതൊക്കെ മാറ്റമൊന്നും അൽഹംദുലില്ലാ. അള്ളാഹ് പറയാണ്, ബൽ അക്തറുഹും ലാ യഅലമൂനൽ ഹഖ്ക, അധിക ആളുകളും ഹക്കിനെ മനസ്സിലാക്കുന്നില്ല. കാരണം ഫഹും മുഅ്രിദൂൻ, അവർ ഹക്ക് മനസ്സിലാക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയാണ്. പിന്തിരിയാത്തവർ ഹക്ക് മനസ്സിലാക്കി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിന് മാർഗം തുറന്നു കൊടുത്തിട്ടും ഉണ്ട്. ഇനി അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, നബിയെ ഇവിടെ പറഞ്ഞല്ലോ, എനിക്കും ഇതിന്റെ മുമ്പുള്ള നബിമാരുടെയും ആദർശാണെന്ന് പറഞ്ഞല്ലോ. ഇനി അത് ഒന്നുകൂടി വ്യക്താക്കി എന്ന് പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബ്ലിക, നബിയെ നിങ്ങൾക്ക് മുമ്പ് നാം അയച്ചിട്ടേ ഇല്ല, മിർ റസൂലിൻ, റസൂലുകളിൽ നിന്ന് ആരെയും, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ല, എങ്ങനെയല്ലാതെ, നൂഹി ഇലൈഹി, നാം അദ്ദേഹത്തിന് വഹി നൽകിയിട്ടല്ലാതെ. എന്താ വഹി? അന്നഹു, എന്താണ്? തീർച്ചയായും അവൻ, അല്ലെങ്കിൽ കാര്യം, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ല അന, ഞാൻ അല്ലാതെ. ലാ ഇലാഹ ഇല്ല അന, ഈ അന ആരാ? അള്ളാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ല അന പറഞ്ഞ് വേറെ ആൾക്കാരുണ്ട് ഇവിടെ. അനല്ലാ എന്നൊക്കെ പറഞ്ഞ് ഹല്ലാജിനെ പോലത്തെ ആൾക്കാർ, ഓലൊക്കെ പരിശുദ്ധമായ വ്യക്തിത്വങ്ങളാണെന്ന് അപ്പൊ നമ്മളെ സഹോദരന്മാര് പറഞ്ഞത്. ഹല്ലാജ് എന്ന് പറഞ്ഞാൽ പിന്നെ 8-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്. അയാൾ തനിച്ച സൂഫിയായിരുന്നു. അയാൾ പറഞ്ഞെന്ന് വെച്ചാല്, ഞാൻ അള്ളയാണ്, ഞാനല്ലാ. തൻ്റെ ഭാര്യയോടും മക്കളോടും എന്ത് ചെയ്തു? സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പഠിച്ചവനാണ്, എനിക്ക് സുജൂദ് ചെയ്യണം. പെണ്ണുങ്ങളല്ല, അങ്ങനെ പെട്ടെന്ന് വാങ്ങൂലല്ലോ. അള്ളാഹ്ക്കല്ല സുജൂദ് ചെയ്യണ്ടേ? അവിടെ കണ്ട, ഒരല്ല ആകാശത്ത്, ഒരല്ല ഭൂമിയിൽ, ഞാൻ ഭൂമിയിൽ അള്ളയാണ്. ഉണ്ട്, മനസ്സിലായില്ലേ? ഈ ഹല്ലാജ്, അതുകൊണ്ട് മാലിൽ ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ അവരെ കൈ ഞാൻ പിടിക്കുന്നു മൊയ്തീൻ ശൈഖ് പറഞ്ഞു. എന്നാൽ ഹല്ലാജിനെ അന്ന് ജീവിച്ച മുഴുവൻ പണ്ഡിതന്മാർ കാഫറാൻ ഫത്ത് കൊടുത്തിട്ട് ആദ്യം അയാളെ കൈയും കാലും തലയും വെട്ടി നുറുക്കിയിട്ട് തീരിട്ട് കരിച്ചു വന്നിക്ക. ആ കാലഘട്ടത്തിൽ ജീവിച്ച ബഗ്ദാദിൽ ജീവിച്ച എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹം കാഫറാണെന്ന് വിധി കൊടുക്കുകയും അയാളെ കൊത്തി നുറുക്കി കരിച്ചു കളഞ്ഞു ആ നാട്ടിലെ പണ്ഡിതന്മാരെ അനുവാദത്തോടെ അടുത്ത ഭരണാധികാരികൾ. ആ ചെങ്ങായിനെ പറ്റി നമ്മളെ മാലിയുള്ള എന്താ വെച്ചാൽ, അന്ന് അയാളെ കൊല്ലണ നേരത്തെ ഞാനുണ്ടെങ്കിൽ അവന്റെ കൈ ഞാൻ പിടിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതിനെപ്പോഴും ന്യായീകരിക്കണം നമ്മളാൾക്കാർ. ഇവിടെ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞാലാ അള്ളാഹ് പറയാണ്, വേറെ ഒരു ഇലാഹുല്ല ഞാനല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ എന്നാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് എല്ലാം അള്ളാഹു ആണെന്ന വാദം.
ഇല്ലല്ലാണ്. ഇതെന്താ ഇത് അള്ളയാണ്, ഇത് അള്ളയാണ്. മനസ്സിലായി? ഒരാൾ പത്തിരി ആണെങ്കിൽ സൂഫികൾ പറയണം പത്തിരി അള്ളന്നെ തിന്നണവൻ അള്ളന്നെ. ഇതിനേക്കാളൊക്കെ ഈ കുഫ്ർ പറഞ്ഞ ആളുകളാണ് നമ്മളെ സഹോദരന്മാരെന്ത് ചെയ്യണത്, റളിയല്ലാഹു അൻഹു റഹ്മഹുല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ഈ മടവൂര് പടച്ചോനെന്ന് പറഞ്ഞ് വലിയ അത്ഭുതമില്ലാന്ന്. കാരണം അതിനേക്കാളും വലിയ പടച്ചോൻ വാദക്കാര് എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ഭുതമാകും. ഫിർഔന് മുസ്ലിമാണ് എന്നാണ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളവിടെ പെരിന്തൽമണ്ണ പരിപാടി നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദ്യം കണ്ടോന്നറിയില്ല. ഫിർഔൻ മുസ്ലിമാണ് ഒരു ഫൈസി എഴുതിയ മലയാളത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഫിർഔൻ മുസ്ലിമാന്ന് മാത്രമല്ല, മൂസാ നബിക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആരെ? ഫിർഔൻ മുസ്ലിമാണ്. അപ്പം ഫിർഔൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, മുസ്ലിമീങ്ങളെ മയ്യത്തുൽപ്പിക്കൂല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുക്കിക്കൊന്നത്. അങ്ങനുണ്ട്. അതുകൊണ്ടാണ് കരയില് ഓൻ നശിപ്പിക്കാതെ വെള്ളത്തിൽ കൊണ്ടുവന്ന് നല്ല മുക്കി കുളിപ്പിച്ച്. ഇതാണ് അവരെ വിശ്വാസം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മലയാളത്തിൽ ഈ ഒരു പൈസ എന്താ അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നറിഞ്ഞിട്ട് ഒരു അടിമയെ മോചിപ്പിച്ച സുവൈബത്തിനെ മോചിപ്പിച്ച അബൂലഹബിന് നമ്മൾ നബിയത്തിലെ പാട്ട്, അബൂലഹബിന് എന്തുണ്ട്, നരകത്തിൽ ക്രൂമിക്സ് ഉണ്ടെങ്കിൽ മൂസാ നബിയെ ആ പുഴയിൽ നിന്ന് എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഫിർഔന് എന്തുകൊണ്ടുണ്ടാകൂലാന്ന് മലയാളത്തിൽ മുസ്തഫൽ ഫൈസി എത്തിച്ച. ആലോചിച്ചു എവിടെ നമ്മളെ കൗമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപം പറഞ്ഞ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ നരകത്ത് ഇബ്ലീസിനെ വരെ മോശമുണ്ടെന്നാണ്. അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മാത്രമല്ല നരകം സ്വർഗത്തിലുള്ളവരെക്കാൾ കൂടുതൽ മഹാന്മാർ നരകത്തിലുണ്ടാവുന്നതാണ്. കാരണം എന്താ പറയുക, സ്വർഗം അള്ളാന്റെ സൃഷ്ടിയാണ്, നരകം അള്ളാന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഈ സൂഫികൾ എന്ന് പറയുന്നത് ഇവരെന്താ വെച്ചാൽ നമുക്ക് സ്വർഗം നരകമല്ലോ വേണ്ടേ, നമുക്ക് അള്ളാനെ വേണ്ടി. അള്ളാഹു എന്ത് പഠിച്ചാലും ഒക്കെ നമുക്ക് തൃപ്തിയാണ്. അപ്പൊ അള്ളാഹ് നമുക്ക് നരകം തരുവാണെങ്കിൽ നരകം അതിങ്ങനെ പറയാം. അപ്പൊ നരകത്തിന് ബേജാറുണ്ടാവും. അതുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ഇപ്പൊ നമ്മള് ചൊറി പിന്നെ നമ്മൾ ഈ മുറി ഉണ്ടായാലേ ഈ ഉണങ്ങുമ്പോൾ ചൊറിച്ചിലുണ്ടാവുമല്ലോ, അപ്പൊ ചൊറിയുമ്പോ ഒരു സുഖം ഉണ്ടാവുമല്ലോ. അതുപോലെ നരകത്തിന് കുറച്ച് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല, ആഹ്ലാദമില്ല. ആ ചെന്നാ മതി. ഇതൊക്കെ മലയാളത്തിൽ എഴുതി വെച്ച വെറുതെ തമാശയല്ല, മലയാളത്തിൽ എഴുതി വെച്ച നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ഖൗമിന്റെ അധപ്പതനാണ്. അള്ളാഹ് പറയാ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹില്ല. ഇത്ര വ്യക്തമായി പടച്ചോൻ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളെ ഹിദായത്ത് പടച്ചോൻ നമുക്ക് ഹിദായത്ത് നിന്ന് നമ്മൾ അത്ര സ്തുതിക്കണം പടച്ചോനെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗത്തിന് വിശ്വാസികൾ പറഞ്ഞ വെറുതല്ല. കാരണം പടച്ചോൻ നമുക്ക് ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും വലാലത്ത് നമുക്ക് അറിയില്ലാന്ന്. നമ്മളെക്കാൾ ബുദ്ധിയും വിവരമുള്ള ആൾക്കാരല്ലേ ഈ വലാലത്തെ കൊണ്ടിറക്കണത്. നമ്മക്കത് വലാലത്താൻ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ്? പടച്ചോന്റെ തൗഫീഖ് കൊണ്ടല്ലേ. നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ ചുരുക്കമുണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ സ്ഥാനം കൊണ്ടോ ഒന്നുമല്ലല്ലോ. നമുക്ക് അള്ളാഹു തന്ന തൗഫീഖ് കൊണ്ട് മാത്രം. അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. അതുകൊണ്ടാണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിലയല്ല. അതിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങും തണലുമായി നിന്ന അബൂ താലിബിന് കൊടുക്കാത്ത വിളിച്ചാണ് അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളത് ഇല്ലേ? അബൂ താലിബിന് കൊടുക്കാത്ത വിളിച്ച. അബൂ താലിബ് ആരാ? റസൂലുള്ളാഹിന്റെ നേരെ വാപ്പാന്റെ സഹോദരനല്ലേ? റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായി നിന്ന് പ്രവാചകനെ എതിരെ കൊല്ലാമെന്ന ശത്രുക്കളെ തടഞ്ഞു നിർത്തിയ ആളാണ് അബൂ താലിബ്. പക്ഷെ അബൂ താലിബ് നരകത്തിലാണ്. പക്ഷെ അബൂ താലിബ് സ്വർഗത്തിലെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അത് റസൂലൊക്കെ പറഞ്ഞ നരകത്തിൽ പറഞ്ഞ അത്ര നമുക്ക് അള്ളാഹുവിൻ്റെ വെളിച്ചം അത് നമുക്ക് മനസ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ശുക്ർ ചെയ്താൽ മതിയാവില്ല. കാരണം നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് നടക്കണ, ഇതാണ് ഹക്ക് എന്ന് വിശ്വസിച്ച് നടക്കണ പാവങ്ങളായ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം.
അതാണ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഒരു ഇലാഹില്ല, അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കാതെ ഒരു നബിയെയും ഞാൻ ലോകത്തേക്ക് അയച്ചിട്ടില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരു പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല, ലോകത്ത് വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലോകത്ത് ആ പ്രവാചകന്മാർ വരുമ്പോൾ ഒരുപാട് സാമൂഹിക തിന്മകളുണ്ട് ഉണ്ടല്ലോ. പക്ഷെ ആ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായി പ്രതികരിച്ചതിനെയാണ് ശിർക്കിന്. അതാണ് ഫമാ അർസൽനാ മിൻ റസൂലിൻ ഖബലിക റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അതുകൊണ്ട് അല്ലാഹുവാണ് ഇലാഹ്. ആ ഇലാഹ് അല്ലാഹ് ആയതുകൊണ്ട് ഫഅബ്ദൂനി എന്നാണ് ശരിക്കും അവിടെ. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധന എന്താ? അദ്ദുആഉ വൽ ഇബാദത്ത്. അസുഖം ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല, പ്രാർത്ഥനയാണ് ആരാധന. അപ്പൊ എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, അല്ലാഹ് പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം പടച്ചോന് മാത്രം ചെയ്യണം എന്ന് പറയാത്ത ഒരു നബിയും ലോകത്ത് കഴിഞ്ഞു പറ്റില്ല. എല്ലാ ഉമ്മത്തിലും ആ പ്രവാചകന്മാരുടെ കാലശേഷമാണ് പണ്ഡിതന്മാർ വരും. അതുകൊണ്ട് ലോകത്ത് തൗഹീദ് പറയാത്ത ഒരു നവോത്ഥാന നായകനും തെറ്റില്ല, കഴിഞ്ഞിട്ടില്ല. തൗഹീദ് പറയാത്തവൻ എന്തല്ല, നവോത്ഥാന നായകനുമില്ല. ഓന് പോലില്ല, നൂറുകണക്കിന് കിതാബ് എഴുതിയ മൗലാനായിട്ട് കാര്യമില്ല. അയാൾ ആളുകൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തില്ല, എന്തല്ല അയാളങ്ങനെ അമ്പിയാക്കന്മാർ അനന്തരാകാവശ്യം എഴുതുക. അമ്പിയാക്കന്മാരെ പറ്റി അള്ളാഹു ഇവിടെ പറഞ്ഞ എന്താ? വഹി കൊടുത്തുന്ന മൂപ്പർക്കുള്ള വഹിയ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അപ്പൊ തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാരാനോ അവരാണ് ആര്? അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികൾ. അല്ലാതെ നൂറുകണക്കിന് കിതാബ് എഴുതി ഒക്കെ ഫളായിലിങ്ങനെ എഴുതി കൂട്ടിയിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഈ തൗഹീദ് എന്ത് ചെയ്യണം? ആളുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സലഫികൾ എവിടെ പറയുകയാണെങ്കിലും ആദ്യം എന്താ പറയാ? തൗഹീദ്. കാരണം ഈ തൗഹീദ് ശരിയാകാതെ 100 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്തെടുത്തൊരു കാര്യമില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരാൾ ഒതെടുക്കാതെ അയാൾ 5 നേരം നിസ്കരിച്ച് ഒരു സമയം അയാൾ ഒതെടുക്കാതെ നിസ്കരിച്ചാൽ അയാൾ ഒരു നിസ്കാരം എന്താവുള്ളൂ? ബാത്തിലാവും. പക്ഷെ 5 നേരം ഒതെടുത്ത് ഉള്ളിൽ ചെറുക്കൊണ്ട് നിസ്കരിച്ചാലോ 5 നിസ്കാരം ബാത്തിലാണ്. എന്താ വ്യത്യാസം? 5 സമയം നല്ല ഹുശൂയോടുകൂടി ഓതെടുത്ത് നിസ്കരിച്ചു, പക്ഷെ ഉള്ളിൽ എന്താണ്? ചെറുക്കാണെങ്കിൽ 5 നിസ്കാരം വെള്ളത്തിലാണ്. അതേ സമയത്ത് ഒരു നിസ്കാരം ഒതുമില്ലെങ്കിൽ ആ നിസ്കാരം മാത്രമേ എന്താവുള്ളൂ, ബാക്കി 4 കിട്ടും. ഇത്ര വ്യത്യാസം. അതുകൊണ്ടാണ് തൗഹീദിന്റെ വിഷയം നമ്മൾ നല്ലോണം പഠിക്കണം. കാരണം തൗഹീദ് തെറ്റിപ്പോകാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ശിർക്ക് വരാതെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെയും തൗഹീദിൽ ഉറപ്പിച്ച് നിർത്തി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദോടുകൂടി സന്തോഷത്തോടെ ഈ ലോകത്തോട് ഇവിടെ പറയാൻ അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന, രോഗം മൂലം ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم. ശനിയാഴ്ച സിയാർ അൽഹംദുലില്ലാഹ് നല്ല നിൽക്കുന്ന ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ